അസമിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച മുൻ PCC അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറയെ BJPയിലേക്ക് ക്ഷണിച്ച അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഭൂപൻ കുമാർ ബോറയ്ക്ക് മുന്നിൽ എല്ലാ വാതിലുകളും തുറന്നു കഴിഞ്ഞു. മികച്ച പരിഗണന നൽകും. അടുത്ത മന്ത്രിസഭയിൽ നിർണായക പദവി ലഭിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കുന്നു. YS അഭിനന്ദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദ്, അവഗണന പറഞ്ഞാണ് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങുന്നത്. പരിഗണന പറഞ്ഞ് കൂടെ കൂട്ടാനാണോ നീക്കം? ശ്രുതി, അങ്ങനെയുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് BJP കടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് രാജിവെക്കുന്നതായിട്ടുള്ള ഒരു കത്ത് മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് ഭൂപൻ കുമാർ ബോറ അയക്കുന്നത്. 2006 മുതൽ 2016 വരെ തുടർച്ചയായി നിയമസഭാ അംഗമായ ആളാണ്. 2021 മുതൽ 24 വരെ PCC അധ്യക്ഷനായി തന്നെ വലിയ അടിത്തറ പാർട്ടിക്ക് തന്റെ സംഭാവനയായിട്ടുണ്ട്. അത്തരത്തിലുള്ള നേതാവിനെ പിന്നീട് വന്നിട്ടുള്ള PCC അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയ് പരിഗണിച്ചില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലേക്കുള്ള രാജിക്കത്ത് ഇന്ന് രാവിലെ സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഓഫറുമായിട്ട് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ വന്നിട്ടുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ജയസാധ്യതയുള്ള ഒരു മണ്ഡലം നൽകും. ഒപ്പം തന്നെ ജയിച്ചു വന്നാൽ നല്ലൊരു പദവിയിലേക്ക് തന്നെ എത്തും. തന്റെ രണ്ടാമനായി തന്നെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നടക്കമുള്ള ഓഫറുകളാണ് നിലവിൽ ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നരേന്ദ്രമോദി അസം സന്ദർശിച്ചത്. അതൊരു പ്രചാരണത്തിന് തുടക്കവുമായിരുന്നു. 5450 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി BJPയൊക്കെ വാനോളം പുകഴ്ത്തിയാണ് നരേന്ദ്രമോദി അവിടെ നിന്ന് പോയത്. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ആണോ ഇത്രയും വലിയൊരു മുതിർന്ന നേതാവിനെ, അല്ലെങ്കിൽ വലിയ അടിത്തറയുള്ള വേരുറപ്പുള്ള ഒരു നേതാവിനെ BJPക്ക് എത്തിക്കാനുള്ള നീക്കത്തിലേക്ക് കൂടി ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കടന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള അവഗണനയാണ് തനിക്ക് പാർട്ടിയിൽ നിന്നും നേരിടേണ്ടി വന്നത്. ഗൗരവ് ഗൊഗോയ് പല കമ്മിറ്റികളിൽ പോലും തന്നെ ക്ഷണിക്കാറുണ്ടായിരുന്നില്ല. അത്രമാത്രം അവഗണനയാണ് അവിടെ നേരിട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചതെന്നും കൂടുതൽ പ്രവർത്തകർ തനിക്കൊപ്പം ഇപ്പോൾ പാർട്ടി വിടുമെന്നുള്ള സൂചന കൂടി ഭൂപൻ കുമാർ ബോറ നൽകുന്നുണ്ട്. BJPക്കൊപ്പം ചില പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഭൂപൻ കുമാർ ബോറയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് റോജാദളാണ്. അത് വലിയ രീതിയിൽ തന്നെ പ്രാദേശികമായിട്ട് വലിയ വേരുറപ്പുള്ള ഒരു പാർട്ടിയാണ്. അവർ കൂടി ഇപ്പോൾ ക്ഷണിക്കുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ താമര അസമിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നിലവിലുള്ളത്. ഭൂപൻ കുമാർ ബോറയെ BJPയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് YS അഭിനന്ദ നൽകിയത്.